ഇനി അതിൽ asexual reproduction in higher organism. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതായിരുന്നു asexual reproduction in lower organism. അപ്പോൾ അതാണ് കുറച്ച് എക്സാമ്പിൾസ്. ആ ടെക്നിക്കൽ ടേമുകൾ അറിയാം, ആ എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക, അതേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നതിൽ asexual reproduction in higher organism. ഹയർ ഓർഗാനിസിൽ വരുമ്പോൾ ഹയർ ആനിമൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹയർ ആനിമൽസ് സാധാരണഗതിയിൽ ഫോളോ ചെയ്യുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇപ്പോൾ asexual reproduction ഹയർ ആനിമൽസ് ഇല്ല എന്ന് തന്നെ പറയാം. അതാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. asexual reproduction in higher animal asexual reproduction is absent. പക്ഷേ ഹയർ പ്ലാന്റ്സിൽ വരുമ്പോൾ asexual reproduction ഉണ്ട്. അപ്പോൾ അതായത് ഹയർ പ്ലാന്റ്സിൽ വെജിറ്റേറ്റീവ് പാർട്ടുകളായിട്ടുള്ള റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ് അല്ലേ. ഫ്ലവർ എന്ന് പറയുന്ന റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. വെജിറ്റേറ്റീവ് പാർട്ട് എന്നറിയപ്പെടുന്നത് ഏതാ? റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സാണ്. അപ്പോൾ ആ വെജിറ്റേറ്റീവ് പാർട്ടുകളായിട്ടുള്ള റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ് ചെയ്യുന്ന പുതിയ പ്ലാന്റുകൾ ഉണ്ടാവുന്ന പ്രോസസ്സ് അവിടെ ഗമീറ്റ് ഫോർമേഷനോ ഫ്യൂഷനോ ഒന്നും നടക്കാത്തത് കാരണം കൃത്യമായിട്ട് അതിനെന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ asexual reproduction ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇൻ ഹയർ പ്ലാന്റ്സ് asexual reproduction is present but in higher animals asexual reproduction is absent. പക്ഷേ ലോവർ ആനിമൽസിൽ asexual reproduction ഉണ്ട്. ഇപ്പം ബെഡിങ് ഇൻ ഹൈഡ്ര അല്ലേ. ഹൈഡ്ര ഏതാ? ലോവർ ആനിമൽസിൻ്റെ കാറ്റഗറി വരുന്നതാണ് അല്ലേ. സിലിണ്ടറേറ്റൽ മെമ്പറാണ്. ദെൻ സ്പോഞ്ചസിൽ ഏതായിരുന്നു? ജെമ്യൂളിൻ സ്പോഞ്ചസ് അല്ലേ. അപ്പോൾ അതൊക്കെ asexualൻ്റെ പാർട്ട് തന്നെയാണ്. അപ്പോൾ ലോവർ ഓർഗാൻസിൽ എടുക്കുമ്പോൾ ലോവർ ആയിട്ടുള്ള ആനിമൽസിൽ asexual ഉണ്ട്. പക്ഷേ ഹയർ ആയിട്ടുള്ള ആനിമൽസിൽ വരുമ്പോഴത്തേനും സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. asexual reproduction ഇല്ല. അതന്നെ. എന്നാൽ ഹയർ പ്ലാന്റ്സിൽ asexual ഉണ്ട്. ഹയർ പ്ലാന്റ്സിൽ നടക്കുന്ന asexual reproduction വിളിക്കുന്ന വേറൊരു പേരാണ് ഏതാ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഹയർ പ്ലാന്റ്സ് എടുക്കുമ്പോൾ asexual ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, ഫ്ലവറിൻ്റെ ഹെൽപ്പോട് കൂടിയുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ഈ ചാപ്റ്റർ തന്നെ അടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഹയർ പ്ലാന്റ്സിൽ നടക്കുന്ന asexual reproduction, അതായത് ഹയർ പ്ലാന്റ്സ് നടക്കുന്ന asexual reproduction വിളിക്കുന്ന പേരാണ് ഏതാ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ആ പേര് അങ്ങനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് എടുക്കാൻ കാരണം വെജിറ്റേറ്റീവ് പാർട്ടുകളായിട്ടുള്ള റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സിൽ നിന്നാണ് പുതിയ പ്ലാന്റുകൾ ഉണ്ടായി വരുന്നത് asexual reproductionൻ്റെ സമയത്ത് ഹയർ പ്ലാന്റുകളിൽ. അപ്പോൾ ഹയർ പ്ലാന്റ്സിൽ വെജിറ്റേറ്റീവ് പാർട്ടുകളായിട്ട് റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ asexual reproduction സമയത്ത് ഉണ്ടാവുന്ന കാരണം asexual reproduction in higher plants also known as vegetative propagation. ഓക്കെ, ഇനി അതെങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു ചാർട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഈ ചാർട്ടൊന്നും കണ്ടു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് ടെക്നിക്കൽ ടേമുകൾ ഉണ്ടെന്നുള്ളൂ. ടെസ്റ്റിൽ NCERT ടെസ്റ്റിലാണ് ഈ ടേമുകൾ കൊടുത്തിട്ട് അതിൻ്റെ 1-2 പിക്ചറുകൾ കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ടേമും അതിൻ്റെ എക്സാമ്പിൾസും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ അതിൽ നോക്കുക, ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് പ്ലാന്റ്സിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതൊന്ന് നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലേ, ഇതൊന്ന്. ദെൻ രണ്ടാമത്തെ ഏതാണ്? ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇനി നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ബൈ സ്റ്റെമ്മ്, റൂട്ട്, ലീവ്സ് ഉണ്ട്. അപ്പോൾ റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ് ഈ 3 പാർട്ടിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ അതാണ് നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ അതിൽ സ്റ്റെമ്മിൽ നോക്കുകയാണെങ്കിൽ റൈസോം, അതേതിലേക്കാണ്? ജിഞ്ചർ, ബനാന പോലെയുള്ളതിൽ റൈസോം. ദെൻ കോം, അമോർപ്പോഫാലസ്. ദെൻ ട്യൂബർ ഏതാ? പൊട്ടറ്റോ. സക്കർ ഏതാ? ക്രൈസാന്തമം. ദെൻ റണ്ണർ ഏതാ? ഗ്രാസിലുണ്ട്. ദെൻ ഓക്സാലിസ് എന്ന് പറയുന്ന പ്ലാന്റിലുണ്ട്. സ്റ്റോളൻ ഏതാ? ജാസ്മിൻ. ദെൻ ബൾബ് എന്ന് പറയുന്നത് ഏതാ? ഒണിയനിൽ. ബൾബിൽ ഏതാ? അഗേവ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ടായില്ല. പിന്നെ ഓഫ്സെറ്റ്, ഹൈഡ്രോഫൈറ്റിക് ആയിട്ടുള്ള 2 പ്ലാന്റുകൾ, പിസ്റ്റി ആൻഡ് ഐക്കോർണിയ എന്ന് പറഞ്ഞ 2 പ്ലാന്റുകൾ. പിന്നെ റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്ന ഒന്ന് ഡാലിയ, നമ്മുടെ സറൗണ്ടിങ്സിലേക്കുള്ള ഡാലിയ തന്നെ, ഡാലിയ. പിന്നെ ഡാൽബെർജിയ, ET VT എന്നൊക്കെ പറയുന്ന സംഭവം അത്. പിന്നെ മുരായ, കറിവേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്വാവ അല്ലേ, പേര. ദെൻ സ്വീറ്റ് പൊട്ടറ്റോ അല്ലേ. പിന്നെ ലീസ്, ആ ലീസിൽ നിന്ന് ഉണ്ടാവുന്ന ബ്രയോഫില്ലം, കലാഞ്ചു ആൻഡ് ബിഗോണി. അതെല്ലാം ഇലമുളച്ചികൾ എന്നൊക്കെ അറിയപ്പെടുന്ന കോമൺ ആയിട്ട് ബ്രയോഫില്ലം, കലാഞ്ചു ആൻഡ് ബിഗോണി. പിന്നെ ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, കട്ടിങ് അല്ലേ, നമ്മൾ കോമൺ ആയിട്ട് കൊമ്പ് കുറിച്ചിടുന്നത് ഏതാ? റോസ്. ദെൻ ലെയറിങ്, കാഷ്യൂനട്ടിലൊക്കെ ചെയ്യുന്നത്. ദെൻ ഗ്രാഫ്റ്റിങ്, മാംഗോയിലൊക്കെ ചെയ്യുന്നത്. ടിഷ്യൂ കൾച്ചർ, ഓർക്കിഡ്, ബനാനയിലൊക്കെ ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ മീഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് നോക്കാം. ഈ ചാർട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഹയർ ആയിട്ടുള്ള പ്ലാന്റ്സിൽ നടക്കുന്ന asexual reproduction ആണ്. അപ്പോൾ ഹയർ പ്ലാന്റ്സിൽ നടക്കുന്ന asexual reproduction വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, രണ്ടാമത്തെ ഏതാ? ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ അതിൽ ഒന്നാമത്തെ നോക്കുക, നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഈ നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മുടെ നേച്ചറിൽ കോമൺ ആയിട്ട് പല പ്ലാന്റുകളും അതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ടിയിൽ നിന്ന് തന്നെ പുതിയതായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഹ്യൂമൻ ബീൻസ് ഒന്നും ഒരു ആക്ടിവിറ്റി അതിൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ നാച്ചുറലായിട്ട് തന്നെ പുതിയ പ്ലാന്റുകൾ ഉണ്ടാവും. അപ്പോൾ അതാണ് ആ ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തന്നെയാണ് നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഒന്നാമത്തെ നോക്കുക, ബൈ സ്റ്റെം. സ്റ്റെമ്മിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നത്. അതിലൊന്ന് റൈസോമാണ് അല്ലേ. റൈസോം എന്ന് പറയുന്ന ടേം ഇൻഡിക്കേറ്റ്. ഒന്ന് ഇഞ്ചി ഇല്ല, ഇഞ്ചി നിങ്ങൾ കണ്ടിട്ടില്ലേ. ദെൻ ബനാന നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും ബനാനയിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു വാഴയിലൊക്കെ ആണെങ്കിൽ അതിൽ ജസ്റ്റ് ബിനീത് ദ സോയിൽ, സോയിലിൽ അണ്ടർഗ്രൗണ്ട് പാർട്ടിൽ
ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതാണ് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഇഞ്ചി തന്നെ. അപ്പോൾ അതാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന അണ്ടർഗ്രൗണ്ട് പാർട്ട്. അപ്പം അതിനുള്ള ടെക്നിക്കൽ ടൈമാണ് ഏതാ റൈസോം എന്ന് പറയുന്നത്. ബനാനയിലും അത് തന്നെ. അപ്പോൾ ബനാനയിൽ +1 ടെസ്റ്റിൽ സക്കർ എന്ന് പറഞ്ഞ ഒരു ടൈമും കൊടുത്തിട്ടുണ്ട്. +1 മോർഫോളജി നിങ്ങൾ സക്കർ എന്ന് പറഞ്ഞ ടൈമും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സക്കർ എന്താ നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സക്കർ എന്ന് പറയുന്ന സംഭവത്തിൽ തന്നെ അത് ഫുഡ് സ്റ്റോർ ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറി റൈസോമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ബനാനയിൽ സക്കറും റൈസോം പറയാറുണ്ട്. ഇനി അതിൽ ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കേണ്ടത് റൈസോമിനാണ്. ഓക്കെ, അതെന്തെങ്ങനെയാണ് സക്കറും കൂടെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പിടുത്തം കിട്ടും. അതന്നെ. അപ്പോൾ റൈസോം എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ജിഞ്ചർ, ബനാനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. റൈസോം മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്ന ഒരു സ്ട്രക്ചർ. അതിൽ നിന്ന് ഇപ്പം നല്ല കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് മാത്രം, അതായത് നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ എബോ സോയിലിലോട്ട് ലീഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാ സമയത്തും മണ്ണിൻ്റെ അടിയിലാണ്. അതാണ് മോർഫോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്നത്. എന്താ? അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫൈഡ് ഫോർ സ്റ്റോറേജ് ആൻഡ് പെരിനേഷൻ. പെരിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അൺഫേവറബിൾ കണ്ടീഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് മണ്ണിൻ്റെ അടിയിൽ പോയി കിടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നല്ല കണ്ടീഷൻ വരുമ്പോൾ മാത്രം അത് പുറത്തോട്ട് ലീഫ് കാര്യങ്ങളൊക്കെ എബോ സോയിലിലോട്ട് വളരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ വരുന്നത്. അപ്പോൾ അതൊന്ന് ഇത് ജിഞ്ചറിലുണ്ട്, ദെൻ ബനാനയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ടെക്നിക്കൽ ടൈം ഓർത്തിരിക്കുക. റൈസോ. പിന്നെ വേറെ ഉണ്ട് ഏതാ? കോം, അമോർപ്പോഫാലസ്, ചേന കേട്ടിട്ടില്ലേ? അപ്പോൾ അമോർപ്പോഫാലസ് ചേന. അപ്പോൾ അതിലൊക്കെ ആണെങ്കിൽ അത് മണ്ണിൻ്റെ അടിയിൽ തന്നെയാണ് കിടക്കുന്നത്. അതിങ്ങനെ ഒരു സ്പെറിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചർ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതാണ് കോം എന്ന് പറയുന്നത്, അമോർപ്പോഫാലസ്. ദെൻ ട്യൂബർ അല്ലേ, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ കഴിക്കുന്ന സംഭവം തന്നെയാണ് ട്യൂബർ എന്ന് പറയുന്ന സംഭവം. അതിലൊക്കെ ആണെങ്കിൽ ഉരുളക്കിഴങ്ങിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ട്യൂബറൊക്കെ, അതായത് ഉരുളക്കിഴങ്ങ് നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് അധികം ദിവസം സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അതിൽ പുതിയ ബെഡ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ പുതിയ പുതിയ ലീഫുകളൊക്കെ അതിൽ എമർജ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ആ പുതിയ പുതിയ ലീഫുകളൊക്കെ എമർജ് ചെയ്ത് വരുന്ന ബെഡ്സ് അല്ലെങ്കിൽ ഐസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഐസ് ഓഫ് പൊട്ടറ്റോ അല്ലെങ്കിൽ ബെഡ്സ് ഓഫ് പൊട്ടറ്റോ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിൽ നിന്നാണ് പുതിയ ലീഫുകൾ കാര്യങ്ങളൊക്കെ എമർജ് ചെയ്ത് വരും. അപ്പോൾ അതൊക്കെ നാച്ചുറലായിട്ട് നമ്മളൊന്നും ചെയ്ത് കൊടുക്കാതെ തന്നെ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർട്ടായിട്ടുള്ള ആ ട്യൂബർ എന്ന് പറയുന്ന പാർട്ട് അതിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ട്യൂബർ പൊട്ടറ്റോ, അപ്പോൾ ഇതിൻ്റെയൊക്കെ പിക്ചർ ടെസ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെസ്റ്റ് കൃത്യമായിട്ട് റെഫർ ചെയ്യുക. പിന്നെ ഉള്ളത് സക്കർ, റണ്ണർ, സ്റ്റോളൻ. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ പ്രത്യേകതകൾ അത് ജസ്റ്റ് ഞാൻ വരയ്ക്കാം, നോക്കുക. ഇപ്പോൾ ഈ സക്കർ എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് ക്രൈസാന്തം എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടിട്ടുണ്ടോ? ജമന്തി അല്ലേ? അപ്പോൾ ആ ജമന്തി എന്ന് പറഞ്ഞ പ്ലാന്റിലൊക്കെ ആണെങ്കിൽ ഇതിൽ ഈ പ്ലാന്റിൽ ഇപ്പോൾ ആ ലീഫ് ഇങ്ങനെയാണെങ്കിൽ ആ ലീഫ് അതിനെ ക്യാരി ചെയ്യുന്ന ആ സ്റ്റെമ്മ് ഇതിലിപ്പോൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ റൂട്ട് തുടങ്ങുന്നതെന്ന് വിചാരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ റൂട്ട് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. റൂട്ട് തുടങ്ങുന്നത് ഇവിടെ നിന്നാണെങ്കിൽ അതിൽ ആ റൂട്ടൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന പാർട്ടിയിൽ നിന്ന് ഇവിടെ നിന്ന് ഇതാ സ്റ്റെമ്മിൻ്റെ ഇവിടെ നിന്ന് ഒരു ഇൻ്റർനോഡ് ഇങ്ങനെ അങ്ങ് വളർന്നു പോകും. അങ്ങനെ വളർന്നു പോയിട്ട് ഒരു ടിപ്പിക്കൽ സ്ഥലത്തെത്തുമ്പോൾ അത് കൃത്യമായിട്ട് വീണ്ടും അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വളർന്നു വന്നു. അപ്പോൾ ഇതിപ്പം സോയിൽ ലെവൽ ഇതായിട്ട് എടുക്കുക. അപ്പോൾ ജസ്റ്റ് സോയിലിൻ്റെ അടിയിലായിട്ട് അണ്ടർഗ്രൗണ്ടാണ്. ഇപ്പോൾ ജസ്റ്റ് സോയിലിനോട് ചേർന്നില്ല, എന്നാലും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. റണ്ണറാണെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ വരുന്നത് ഇതിൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ സോയിലിനോട് ചേർന്നായതുകൊണ്ട് ഇങ്ങനെ ഇതൊരു പുതിയ പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലുണ്ട് ഇത് ജസ്റ്റ് സോയിലിനോട് ചേർന്ന് തന്നെ. ദെൻ പിന്നെ ഉള്ളത് റണ്ണർ വരുമ്പോൾ അത് ഗ്രാസ് അല്ലെങ്കിൽ ഓക്സാലിസിലൊക്കെ വരുമ്പോൾ ഇതെങ്ങനെ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ റൂട്ടാണെങ്കിൽ ഇങ്ങനെ സോയിലാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ വളർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയിൽ ഏതാ പാരൻറ്റ് പ്ലാന്റ് ഏതാ? ഇതാണ് പാരൻറ്റ് പ്ലാന്റ്. ആ പ്ലാന്റിൽ നിന്ന് ഉണ്ടാവുന്ന ബേസൽ നോഡ്സിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഇൻ്റർനോഡ് ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്ത് സൈഡിലോട്ട് വളർന്നിങ്ങനെ പോകും. അപ്പോൾ അതാണ്
ഗ്രാസിൻ്റെയൊക്കെ പ്രത്യേകതയാണ്. അപ്പോൾ ഗ്രാസൊക്കെ നമ്മളിത് എവിടെ നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പറിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഡിപ്പ് ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്നായിരിക്കും ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സോയിലിൻ്റെ അതിനോട് ടച്ച് ചെയ്തെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇനി അടുത്ത അതേമാതിരി തന്നെ ഒരെണ്ണം കൂടെ സ്റ്റോളൻ എന്ന് പറയുന്നത് ജാസ്മിൻ, മുല്ലയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വള്ളി പോലെ പടർന്നു കയറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിലൊക്കെ ആണെങ്കിൽ ഇതിലിങ്ങോട്ട് റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഈ മൂന്നും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കാം. വേല മൂന്നും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ അതിലിപ്പോൾ ഈ മൂന്നെണ്ണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ മൂന്നെണ്ണം നോക്കുക, റൈസോം, കോമ, ട്യൂബർ. റൈസോം ഏതായിരുന്നു ഇഞ്ചിയിൽ, ദെൻ പിന്നെ ഏതാ കോമ ഏതാ ചേന, ദെൻ ട്യൂബർ ഏതാ ഉരുളക്കിഴങ്ങ്, പിന്നെ സക്കർ, റണ്ണർ, സ്റ്റോളൻ. ആ മൂന്നും കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പം ഇത് മൂന്നിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോയിലിനോട് ചേർന്നുണ്ടാവുന്ന ബേസൽ പാർട്ട് ഓഫ് ദ സ്റ്റെമ്മിൽ നിന്നുണ്ടാവുന്ന ഇൻ്റർനോഡ് ഇങ്ങനെ ജസ്റ്റ് സോയിലിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ വളരുന്നു. കുറച്ചപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഏതുണ്ടാവുന്നു, റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. റൂട്ടിൻ്റെ അബോവ് ഏത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ലീഫ് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെമ്മിൻ്റെ പാർട്ട് തന്നെയാണ് എന്തായിട്ട് മാറുന്ന പുതിയ പ്ലാന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള സ്ട്രക്ചറാണ്. അതിന് വിളിക്കുന്ന പേരാണ് ഏതാ, സക്കർ. ഓക്കെ. അപ്പോൾ പിന്നെ ഒരു റണ്ണർ എന്ന് പറഞ്ഞ് വരുന്നത് അത് കുറച്ചുകൂടെ സോയിലിൻ്റെ ജസ്റ്റ് അബവ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഇത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലല്ലേ ഏതാ, സക്കർ എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് പുറമേ കാണാൻ പറ്റില്ല. പക്ഷേ ഏത് വ്യക്തമായിട്ട് കാണാൻ പറ്റും, ഈ റണ്ണർ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദെൻ പിന്നെ അടുത്തൊരു സ്റ്റോളൻ എന്ന് പറഞ്ഞാൽ അതേമാതിരി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ, സ്റ്റോളൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതിങ്ങനെ ഒരു ആർച്ച് പോലെ, കൃത്യമായിട്ട് ഒരു ആർച്ച് പോലെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും സോയിലിനോട് ചേർന്ന് കിടക്കുന്ന ഏതായിരിക്കും, സക്കറായിരിക്കും. പിന്നെ കുറച്ച് ജസ്റ്റ് അബോവ് സോയിലിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഏതായിരിക്കും, റണ്ണർ ആയിരിക്കും. എന്നാൽ കുറച്ചൊരു ആർച്ച് പോലെ കൃത്യമായിട്ട് ഇങ്ങനെ ജാസ്മിനിലൊക്കെ മുല്ലയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്താ, ഇതാണിപ്പോൾ ഇതിപ്പോൾ ആദ്യം വരച്ചത് പാരൻറ്റ് പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക. ഈ പാരൻറ്റ് പ്ലാന്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പാരൻറ്റ് പ്ലാന്റ് അവിടെ നിന്ന് അങ്ങ് നശിച്ചു പോയി എന്ന് വിചാരിക്കുക. ഈ പാരൻറ്റ് പ്ലാന്റ് അങ്ങ് നശിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ വിട്ട് കഴിഞ്ഞാലും ഇത് പുതിയ പ്ലാന്റ് ആയിട്ട് തന്നെ നിലനിൽക്കും. കാരണം എന്താ, ഈ പുതിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏത് വന്നിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, റൂട്ടും ഏതാ ഇതുണ്ടോ, ലീഫുകളെല്ലാം ഡെവലപ്പ് ചെയ്ത് അതൊരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറും. പിന്നെ അത് ഇതേ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഫ്ലവറോ അല്ലെങ്കിൽ ഏതാ ഫ്രൂട്ടോ സീഡോ ഒന്നും ഉണ്ടാവാതെ തന്നെ പുതിയ പ്ലാന്റിങ്ങിന് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്, എസെക്ഷൽ റീപ്രൊഡക്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. കാരണം അതിൽ ആ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള പാർട്ടായിട്ടുള്ള സ്റ്റെമ്മിൽ നിന്ന് എന്ത് ചെയ്തു, പുതിയ പ്ലാന്റുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഓക്കെ. അപ്പോൾ അതൊന്നും പിന്നെ അതിൽ റണ്ണർ എന്ന് പറയുന്നത് ഇങ്ങനെ റണ്ണർ ഓക്സാലിസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട്. പുളിയാറില്ല എന്നൊക്കെ മലയാളം പറയും. അപ്പോൾ പുളിയാറില്ല, ഓക്സാലിസ്. അപ്പോൾ ഓക്സാലിസ്, ഗ്രാസ് അങ്ങനെയുള്ള പ്ലാന്റുകളിൽ കോമൺ ആയിട്ടുള്ളതാണ് ഏതാ, റണ്ണർ എന്ന് പറയുന്ന സ്ട്രക്ചർ. പിന്നെ പറഞ്ഞ ഏതാ, ജാസ്മിനിലൊക്കെയാണ് ഏതാ, ഈ സ്റ്റോളൻ എന്ന് പറയുന്ന സ്ട്രക്ചർ. അപ്പോൾ മൂന്നും ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ വലിയ എക്സ്പ്ലനേഷനൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ടെസ്റ്റിൽ നമ്മൾ ജസ്റ്റ് ആ ടേം പറയുന്നുള്ളൂ, അത് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കാറുമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ടേമുകളും അതിൻ്റെ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. ഇനി ജസ്റ്റ് ഈ വ്യത്യാസം ഒന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ ഒരു വ്യത്യാസം ഓർത്തിരിക്കുക. അപ്പോൾ സക്കർ എന്ന് പറയുന്നതാണെങ്കിൽ ജസ്റ്റ് സോയിലിൻ്റെ അടിയിലായിരിക്കും അത് കാണപ്പെടുന്നത്. ദെൻ റണ്ണർ എന്ന് പറയുന്നത് ജസ്റ്റ് സോയിലിൻ്റെ മുകളിലായിരിക്കും. ദെൻ അപ്പോൾ അത് കുറച്ചുകൂടെ ഈ സക്കറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് ഏതാ റണ്ണർ കാണാൻ പറ്റും. അതിനും വളരെ വ്യക്തമായിട്ട് ഒരു ആർച്ച് പോലെ കാണാൻ പറ്റുന്നതാണ് ഏതാ, സ്റ്റോളൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കുക, എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. ഇനി സക്കർ എന്ന് പറയുന്നത് അതേതാ, ഫുഡ് സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും എന്ന് പറയുന്നത്, ഫുഡ് സ്റ്റോർ ചെയ്യുന്ന രീതിയിലായി കഴിഞ്ഞാൽ എന്തായിട്ട് മാറി, റൈസോമായിട്ട് മാറി. അപ്പോൾ അതാണ് ഇഞ്ചിയുടെ കേസിൽ ഫുഡ് സ്റ്റോർ ചെയ്യാത്തിടത്തോളം കാലം എന്താണ്, ഇഞ്ചിയല്ല ബനാനയുടെ കേസിൽ ഫുഡ് സ്റ്റോർ ചെയ്യാത്തിടത്തോളം കാലം അതാണ് ഏതായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും, സക്കറായിട്ട് കൺസിഡർ. എന്നാൽ ഫുഡ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലഷി ആയിട്ടുള്ളൊരു ഇതെങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൊക്കെ ആയിട്ട് മാറിക്കഴിയുമ്പോഴത്തേന് അതെന്തായിട്ട് എടുക്കേണ്ടി വരും, നമ്മൾ റൈസോമായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ബനാനയുടെ കേസിൽ ശ്രദ്ധിക്കുക, ഒന്ന് ഓർത്തിരിക്കാതെ എക്സാമിനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പ്രിയോറിറ്റി ബനാന ഏത് എസെക്ഷൽ റീപ്രൊഡക്ഷനാണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് റൈസോം എന്ന് പറഞ്ഞാണ്. ഈ റൈസോം ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമേ ഏത് കൊടുക്കുക, സക്കർ കൊടുക്കുക. കാരണം മോർഫോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ സക്കർ എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ എക്സാമ്പിൾസ് കൊടുത്തതിൽ ബനാന പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ സെക്കൻഡ് ഇയറിൽ ഏതാ റൈസോം എന്ന് പറഞ്ഞിട്ട് ഏത് പറയുന്നുണ്ട്, ബനാന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നിങ്ങൾ രണ്ടും ഉണ്ട്, ബനാനയിൽ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ഇനി ബനാനയിൽ അത് ആ ഒരു സക്കർ എന്ന് പറയുന്ന പാർട്ട് ഫുഡ് സ്റ്റോർ ചെയ്ത് ഒരു ഫ്ലഷി ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് എടുക്കേണ്ടി വരും, റൈസോമായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എക്സാമിന് വരികയാണെങ്കിൽ ഫസ്റ്റ് പ്രിയോറിറ്റി ഏത് കൊടുക്കുക, റൈസോമിന് കൊടുക്കുക. റൈസോം ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം ഏത് കൺസിഡർ ചെയ്യുക, സക്കർ കൺസിഡർ ചെയ്യുക. അപ്പോൾ സക്കറയിൽ കാണപ്പെടുന്ന ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിൾ ഏതാ, ക്രൈസാന്തമം. റണ്ണർ കാണപ്പെടുന്ന ഏതാ, ഓക്സാലിസ് ആൻഡ് ഗ്രാസ്. സ്റ്റോളൻ കാണപ്പെടുന്ന ഏതാ, ജാസ്മിൻ. ഓക്കെ.
പിന്നെയുള്ള 3 എണ്ണം പറഞ്ഞിരിക്കുന്നത് ബൾബ്, ബൾബിൽ ഓഫ്സെറ്റ്. അപ്പോൾ നമ്മൾ ഈ 6 എണ്ണം ഏകദേശം മനസ്സിലാവുന്നില്ലേ? നമുക്ക് റൈസോം എന്ന് പറയുന്നത് ഏതാ? ജിഞ്ചർ ആൻഡ് ബനാന. ദെൻ കോം ഏതിലാ? അമോർപ്പോഫാലസ്. ട്യൂബർ ഏതിലാ? പൊട്ടറ്റോ. ദെൻ സക്കർ, റണ്ണർ, സ്റ്റോളൻ. അപ്പോൾ അതിൽ സക്കർ വരുന്ന ക്രൈസാന്തവർ, റണ്ണർ ഏതാ? ഓക്സാലിസ്, സ്റ്റോളൻ ഏതാ? ജാസ്മിൻ. പിന്നെയുള്ള ഒരെണ്ണം പറഞ്ഞിരിക്കുന്നത് ബൾബ്. ഈ ബൾബ് എന്ന് പറയുന്നത് ഒനിയൻ്റെ പ്രത്യേകതയാണ്. ഒനിയൻ ഉള്ളി അല്ലേ? അപ്പോൾ നിങ്ങളത് മോർഫോളജി പഠിച്ചിട്ടുണ്ടാവും. ഒനിയൻ എന്ന് പറയുന്നതിൽ അതിൻ്റെ ഫ്ലഷി ലീവ്സ് ഹെൽപ്സ് ഫോർ ഏതാ? എഡിബിൾ പാർട്ട്, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവമായിട്ട് മാറുന്നുണ്ട്. സ്കെയിൽ ലീവ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്കാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് ടോട്ടലായിട്ടുണ്ടാവും. ടോട്ടലായിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചറുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇന്നിങ്ങനെ ഒരു പാർട്ടുണ്ട്. അതിങ്ങനെ ഇങ്ങോട്ട് വളർന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പാർട്ട് കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റെമ്മായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ താഴോട്ട് ഇങ്ങനെ ചെറിയ ചെറിയ റൂട്ടുകളുണ്ടാവും. ഇങ്ങനെ വരും ഉള്ളിയുടെ കേസിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതിലിതാ ഇതെന്താണ്? സ്കെയിൽ ലീവ്സ് ആണ്. അത് നമുക്ക് എഡിബിൾ ആയിട്ടുള്ള പാർട്ടാണ് സ്കെയിൽ ലീവ്സ്. പിന്നെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന സംഭവം അതാണ് ഏതാ? ശരിക്കും ഏത് വരുന്നത്? ബൾബ് എന്ന് പറയുന്ന സംഭവമായിട്ട് വരും. ഓക്കെ. പിന്നെ ഇതേതാ? റൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു ബൾബ് എന്ന് പറയുന്ന സ്റ്റെമ്മിൽ നിന്ന് പുതിയ ബഡ്സുകൾ ഉണ്ടായിട്ട് അതാണ് പുതിയ പ്ലാന്റ് ആയിട്ട് മാറുക. അത് ഏതില? ഒനിയൻ. അപ്പോൾ ഒനിയൻ മൊത്തത്തിൽ അതിന് ബൾബ് എന്നൊക്കെ അറിയപ്പെടുന്നു. പക്ഷേ ഈ കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്റ്റെം ഏറ്റവും ഉള്ളിലായിട്ടുണ്ടാവും. അതിന് കവർ ചെയ്യുന്ന സ്കെയിൽ ലീവ്സ് അത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതാണ് നമ്മൾ മോർഫോളജി പഠിക്കുന്ന ലീവ്സിൻ്റെ മോഡിഫിക്കേഷനിൽ അല്ലേ? ലീവ്സിൻ്റെ മോഡിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓണിയൻ, ഗാർലിക് പോലെയുള്ളതിലൊക്കെ സ്കെയിൽ ലീവ്സ് അത് എഡിബിൾ ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പുറമെ വരുന്ന ഈ സ്റ്റെം, ഈ കണ്ടൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെം ഉണ്ട്. ആ കണ്ടൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെമ്മിൻ്റെ പുറമെ വരുന്നതാണ് സ്കെയിൽ ലീവ്സ്. ഉള്ളിലുള്ള ഈ കണ്ടൻസ്ഡ് സ്റ്റെമ്മാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ബൾബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ നിന്നാണ് പുതിയ ബഡ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ നാച്ചുറലായിട്ട് തന്നെ പുതിയ പ്ലാന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മെക്കാനിസമാണ്. പിന്നെ പറഞ്ഞാൽ ബൾബിൽ എന്ന് പറയുന്ന ടൈം അത് അഗേവ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. അഗേവ് ഈ പ്ലാന്റ് ഒരു പ്രത്യേകത. ഇപ്പോൾ ഇങ്ങനെ സ്റ്റെം ആണെങ്കിൽ ആ സ്റ്റെമ്മിൽ ഇങ്ങനെ ബ്രാഞ്ചൊക്കെ ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു പാർട്ടിൽ ഇങ്ങനെ കുറേ സ്ട്രക്ചർ ബഡ്സ് ഇങ്ങനെ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ടായി വരും. സാധാരണ ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന പോലെ ഫ്ലവർ ബഡ്സ് ഒക്കെ ഉണ്ടാകുന്ന പോലെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടായി വരും. ഈ സ്ട്രക്ചർ ഉണ്ടായി വന്ന് ഇത് ഫ്ലവറായിട്ട് മാറില്ല. ഈ ഫ്ലവറായിട്ട് മാറാതെ ഈ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നത്? സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. ഈ സ്ട്രക്ചർ കുറച്ച് കഴിയുമ്പോൾ എന്ത് വെച്ചാൽ കുറച്ച് വളർന്നങ്ങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ കൊഴിഞ്ഞ് നിലത്ത് വീണു. കൊഴിഞ്ഞ് നിലത്ത് വീണ് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? പുതിയ പ്ലാന്റ് ആയിട്ട് മാറി. അപ്പോൾ അവിടെ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടായത് സ്റ്റെമ്മിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുക ചെയ്ത്. അതല്ലാതെ ഫ്ലവറായിട്ട് മാറി സീഡ് ഉണ്ടായിട്ട് മാറി ഇതല്ല. അപ്പോൾ അങ്ങനെ സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടായ സ്റ്റെമ്മിലുണ്ടായ ഇങ്ങനെ ഒരു ബൾബ് ലൈക്ക് പ്രൊജക്ഷനൊക്കെ ഉണ്ടായിട്ട് ആ ഒരു പ്രൊജക്ഷൻ കൊഴിഞ്ഞ് താഴെ വീഴുന്നുണ്ട്. താഴെ വീടിന് ശേഷം എന്ത് ചെയ്യുന്നു? പിന്നീട് വളർന്ന് പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ അതാണ് ബൾബിൽ എന്ന് പറയുന്ന സ്ട്രക്ചർ അഗേവ്. അപ്പോൾ അതിൻ്റെ ഒരു സിംഗിൾ ബൾബിൻ്റെ ഒരു പിക്ചർ നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കൃത്യമായിട്ട് റെഫർ ചെയ്യുക. പിന്നെയുള്ള ഒരെണ്ണം ഓഫ്സെറ്റ് എന്ന് പറയുന്നതാണ്. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് അത് കാണപ്പെടുന്നത് പിസ്റ്റിയ ഐക്കോർണിയ എന്നൊക്കെ പറഞ്ഞ പ്ലാന്റ്. അപ്പോൾ അത് രണ്ടും ഹൈഡ്രോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അതിൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഈ ഐക്കോർണിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ഐക്കോർണിയ ക്രാസിപ്പസ്, അതിൻ്റെ മലയാളത്തിലെ ഒരു കൊളവാഴ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളവാഴയുടെയൊക്കെ പ്രത്യേകത അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ലീഫോട് കൂടിയ ഒരു പ്ലാന്റാണ്. നിങ്ങളൊക്കെ നിങ്ങളുടെ സറൗണ്ടിങ്സിലൊക്കെ മേ ബി വയലുകളിലും അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ സാധാരണ വളരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഇൻ്റർനോഡ് എന്ന് പറയുന്ന പാർട്ടുണ്ട് സ്റ്റെമ്മിനുള്ള. ഈ ഇൻ്റർനോഡ് അധികം അങ്ങ് എലോങ്ങേറ്റ് ചെയ്യാതെ ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് റൂട്ട് ഇങ്ങനെ ജസ്റ്റ് വാട്ടറിലോട്ട് ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ മുകളിലോട്ട് ഗ്രൂപ്പ് ഓഫ് ലീവ്സ് ഉണ്ടാവും. ആൻഡ് ഈ ഇൻ്റർനോഡ് എന്ത് വെച്ചാൽ കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഗ്രൂപ്പ് ഓഫ് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ വളരെ പെട്ടെന്ന് ഈ ഗ്രൂപ്പ് ഓഫ് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ താഴെ ഏതുണ്ടാവും? ഗ്രൂപ്പ് ഓഫ് റൂട്ട്സ് ഉണ്ടാവും. എന്താ ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് റൂട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വളർന്നു പോകുന്നത്. അപ്പോൾ കൊളവാഴ എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഇതുണ്ട്. ഇപ്പോൾ ഇത് ജസ്റ്റ് വാട്ടറിലായിരിക്കും. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ സ്റ്റാഗ്നൻ്റ് വാട്ടറിലാണ് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റാഗ്നൻ്റ് വാട്ടറിൻ്റെ ജസ്റ്റ് അബോവ് ദ വാട്ടർ ലെവലിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഇതിനെ വിളിക്കുന്ന പേരാണ് ഏതാ? ഓഫ്സെറ്റ്. ഈ ഒരു സ്ട്രക്ചർ ഈ സെൻറ്ററിൽ കാണിച്ചിട്ടുണ്ട് ഇൻ്റർനോഡാണ് ഏതാ? ഓഫ്സെറ്റ് എന്നറിയപ്പെടുന്നത്. ഓഫ്സെറ്റ്.
അപ്പോൾ റണ്ണറും ഇതൊക്കെ, അപ്പോൾ റണ്ണർ എന്ന് പറയുന്നത് ജസ്റ്റ് ടെറസ്ട്രിയൽ കണ്ടീഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഏതാ വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഫ്സെറ്റിൻ്റെ റണ്ണറിൻ്റെ അത്രത്തോളം എലോങ്കേറ്റഡ് ആയിരിക്കില്ല ഇൻ്റർനോഡ്. അപ്പോൾ വളരെ അടുത്തടുത്ത് ഇൻ്റർനോഡ് വരുന്നു. അപ്പോൾ ഇൻ്റർനോഡ് അടുത്തടുത്ത് വരുന്ന സമയത്ത് അവിടെ ഗ്രൂപ്പ് ഓഫ് റൂട്ടും ഗ്രൂപ്പ് ഓഫ് ലീവ്സും ഉണ്ട്. അപ്പോൾ വളരെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ കൂടിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഓഫ്സെറ്റിൽ ഈ ഐക്കോർണി എന്ന് പറഞ്ഞ പ്ലാന്റ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിൽ വേറെ ഈ ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ അവസാന പാർട്ട് അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കാം. അപ്പം ഈ 3 ഇതിങ്ങനെ ഓർത്തിരിക്കുക. റൈസോം, കോം, ട്യൂബർ. അതേതാ റൈസോം ഏതാ ജിഞ്ചർ, ബനാന. കോം ഏതാ അമോർഫോഫാലസ്, ട്യൂബർ ഏതാ പൊട്ടറ്റോ. പിന്നെയുള്ള സക്കർ, റണ്ണർ, സ്റ്റോളൻ. അതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതെല്ലാം സോയിലിനോട് ചേർന്ന് വരുന്നതിൽ സക്കർ എന്ന് പറഞ്ഞ് സോയിലിൻ്റെ ജസ്റ്റ് താഴെയായിരിക്കും. ദെൻ റണ്ണർ കുറച്ച് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. സ്റ്റോളൻ കുറച്ചുകൂടെ ആർച്ച് പോലെയൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ ബൾബിൽ ഓഫ്സെറ്റ്. അത് ബൾബ് എന്ന് പറയുന്ന ഒനിയലിലും ബൾബിൽ ഏതാ അഗേവിൽ, ഓഫ്സെറ്റ് ഏതാ പിസ്റ്റി ആൻഡ് ഐക്കോർണിയ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ ടെസ്റ്റിൽ പിക്ചർ കാണിച്ചിട്ട് ഒന്ന് ഈ ട്യൂബറിൻ്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ട്യൂബറിൻ്റെ കൂടാതെ പിന്നെ വേറെ ഒരെണ്ണം ഇത് അഗേവിൻ്റെ പിക്ചർ കാണിച്ചിട്ടുണ്ടാവും. അഗേവ് ബൾബിൽ കാണിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ പിസ്റ്റിയ ഐക്കോർണിയ, അതിൽ ഐക്കോർണിയൻ്റെ പിക്ചർ കാണിച്ചിട്ടുണ്ടാവും. പിന്നെ റൈസോം. അപ്പോൾ ഈ 4 പിക്ചർ ടെസ്റ്റിൽ കാണിച്ചിട്ടുണ്ടാവും. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ആ പിക്ചർ തന്നിട്ട് അതിലെന്താണ് ലെവൽ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ ഈ റൈസോമിലൊക്കെയാണ് ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് പാർട്ടാണെങ്കിലും ഇത് എന്തുകൊണ്ട് സ്റ്റെമ്മായിട്ട് കൺസിഡർ ചെയ്യുന്നത്? അതിന് കാരണം എന്താ? ഇതിൽ ഏതാ നോട്ട്സ് ഇൻ്റർനോട്ട്സ് എന്ന് പറയുന്ന പാർട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് ആണെങ്കിൽ പോലും നോട്ട്സ് ഇൻ്റർനോട്ട്സ് ഉള്ളത് കാരണം അണ്ടർഗ്രൗണ്ട് പാർട്ടാണെങ്കിൽ പോലും എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരുന്നു? സ്റ്റെമ്മായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, എന്നാൽ അണ്ടർഗ്രൗണ്ട് പാർട്ടിൽ നോട്ട്സ് ഇൻ്റർനോട്ട്സ് ഇല്ലെങ്കിൽ എന്തായിട്ട് മാറും? റൂട്ടായിട്ട് മാറും. അപ്പോൾ ഇവിടെ നോട്ട്സ് ഇൻ്റർനോട്ട്സിൻ്റെ പ്രസൻസ് ഉള്ള കാരണം ഇതെല്ലാം എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരുന്നു? അണ്ടർഗ്രൗണ്ട് പാർട്ടാണെങ്കിൽ പോലും ഇപ്പോൾ റൈസോം, കോം, ട്യൂബറൊക്കെ എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത് സ്റ്റെമ്മായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരുന്നു. ഇനി ഇതിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റെമ്മുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 തിരിക്കാവുന്നതാണ്. അതിലൊന്നാമത്തെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ ഏതാ സബ് ഏരിയൽ സ്റ്റെം എന്ന് പറയാൻ പറ്റും. മൂന്നാമത്തെ ഏതാ ഏരിയൽ സ്റ്റെം എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ചാർട്ടിൽ റൈസോം, കോം, ട്യൂബർ, ബൾബ് ഇത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. എന്നാൽ സക്കർ, റണ്ണർ, സ്റ്റോളൻ, ഓഫ്സെറ്റ് അത് സബ് ഏരിയൽ സ്റ്റെമ്മാണ്. അതിനടുത്ത് വരുന്ന ആ ബൾബിൽ ഏത് വരും? ഏരിയൽ സ്റ്റെമ്മായിട്ട് വരും. ജസ്റ്റ് ഇതിപ്പോൾ ഓർത്തിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഈ ചാപ്റ്ററിൽ ജസ്റ്റ് ഈ ടേമും അതെന്താണെന്നാണ് പറയുന്നുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾസ് അത് മാത്രമാണ് ഇവിടെ ചോദിക്കുള്ളൂ. മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ മിസ് മാച്ചിങ് പേർ ആ ഒരു പാറ്റേണിലൊക്കെയാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ബൈ സ്റ്റെം, അതായത് നാച്ചുറലായിട്ട് നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ സ്റ്റെമ്മിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ സ്റ്റെമ്മിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാവുന്നത് ഒന്നാമത്തെ ഏതാ റൈസോം, എക്സാമ്പിൾ ഏതാ ജിഞ്ചർ ആൻഡ് ബനാന. ദെൻ കോം ഏതാ അമോർഫോഫാലസ്, ട്യൂബർ ഏതാ പൊട്ടറ്റോ, സക്കർ ഏതാ ക്രൈസാന്തപം, റണ്ണർ ഏതാ ഓക്സാലിസ് ഗ്രാസ്, സ്റ്റോളൻ ഏതാ ജാസ്മിൻ, ബൾബ് ഏതാ ഒനിയൻ, ബൾബിൽ അഗേവ്, ഓഫ്സെറ്റ്, പിസ്റ്റി ആൻഡ് ഐക്കോർണിയ. അതിൽ ഐക്കോർണിയ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഉള്ളത് റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നതാണ് ഒന്ന് ഏതാ ഡാലിയ അല്ലേ. നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെയുള്ള പ്ലാന്റാണ് ഡാലിയ. അത് ആ മെയ് മാസത്തിൽ നല്ല മഴയൊക്കെ പെയ്ത് കഴിയുമ്പം നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ നന്നായിട്ട് അതിൻ്റെ ഫ്ലവറൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഡാലിയ എന്ന് പറയുന്നത് ഡാലിയ എന്ന് തന്നെയാണ് ഫ്ലവർ, അതിന് വിളിക്കുന്ന പേര് അത് തന്നെയാണ്. ഇപ്പോൾ ഡാലിയുണ്ട്. പിന്നെ ഡാൽബർജിയ എന്ന് പറഞ്ഞാൽ ഏതാ ഈട്ടി എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ആ പ്ലാന്റിലൊക്കെ അപ്പോൾ ഇതിൽ ഫ്ലവറൊക്കെ ഉണ്ടാവുന്ന പ്ലാന്റ് ആണെങ്കിൽ പോലും ഫ്ലവറിൽ നിന്ന് സീഡൊക്കെ ഉണ്ടായി പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത് കൂടാതെ വളരെ പെട്ടെന്ന് ഇതിൽ ഫ്ലവറിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് തന്നെ പുതിയ പ്ലാന്റുകൾ റൂട്ടിൽ നിന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഡാലിയ, വേറൊരെണ്ണം ഏതാ ഡാൽബെർജി ഈട്ടി, വേറൊരെണ്ണം ഏതാ മുരായ നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെയാണ്. കറിവേപ്പ് എന്ന് പറഞ്ഞ പ്ലാന്റ്. അപ്പോൾ ഈ കറിവേപ്പ് എന്ന് പറഞ്ഞ പ്ലാന്റിലൊക്കെ ഇതേമാതിരി തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറിവേപ്പിലൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ഇതിപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റ് എന്ന് വിചാരിക്കും. അപ്പോൾ ഈ പ്ലാന്റിൽ ഇപ്പോൾ റൂട്ടാണെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ റൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, ടാപ്പ് റൂട്ട് തന്നെ. അപ്പോൾ ടാപ്പ് റൂട്ടിൽ നിന്ന് ഇങ്ങനെ പാരലായിട്ട് റൂട്ട് ഉണ്ടാകും. ഈ റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്താ അപ്പോൾ അതാണ് മുരായൊക്കെ ഇതിന് ആ റൂട്ടിൽ നിന്ന് ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ സോയിൽ ലെവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതിങ്ങനെ സോയിൽ ലെവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇങ്ങനെ പുതിയ പ്ലാന്റുകൾ ഉണ്ടാവും, റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാവും. അപ്പോൾ അത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതിപ്പോൾ റൂട്ടിൽ നിന്ന് എങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പാരൻ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ആ പാരൻ്റിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഇങ്ങനെ റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാവും. അപ്പോൾ അതാണ് മുരായ. കറിവേപ്പിലൊക്കെ ആണെങ്കിൽ ഒരു പാരൻ്റ് പ്ലാന്റിനെ സറൗണ്ട് ചെയ്ത് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഏതിൽ നിന്ന് ഉണ്ടാവുന്നതാണ്?
റൂട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ റൂട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത്, സ്റ്റെമ്മിൽ നിന്നല്ല ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള റൂട്ടിൽ നിന്ന് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അതിൽ പാരലായിട്ട് ഒരു ബ്രാഞ്ച് പോയിട്ട് റൂട്ടിൽ നിന്ന് ഒരു ബ്രാഞ്ച് പോയിട്ട് ആ ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ എണ്ണ ഇതിൻ്റെ തൈകൾ ഇതിൻ്റെ സറൗണ്ട് ചെയ്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് റൂട്ടിൽ നിന്ന് ഉണ്ടാവുന്നതാണ്, ഏരിയയിൽ നിന്ന് ഉണ്ടാവുന്നതല്ല, സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ, ഇതിൽ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതാ ഇപ്പോൾ ഇതിൻ്റെ പാരൻറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെന്നായിരിക്കും. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് നശിച്ചു പോയില്ല. കാരണം അവിടെ ഏത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ മുകളിലോട്ട് ഏതാ ലീഫും താഴോട്ട് ഏതാ റൂട്ടൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതൊരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ വീണ്ടും അതിൽ നിന്ന് ഇങ്ങനെ എല്ലാ പാരൻറ്റോടുള്ള കണക്ഷനൊക്കെ ഒഴിവായി കഴിഞ്ഞാലും വീണ്ടും അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സറൗണ്ട് ചെയ്ത് പിന്നെ ഇങ്ങനെ സറൗണ്ട് ഈ പാരൻറ്റിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ പാരൻറ്റിൽ നിന്ന് കണക്ഷൻ ഒഴിവായി കഴിഞ്ഞാലും വീണ്ടും ഇതിൽ നിന്ന് ഇതേമാതിരി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത അതാണ്, റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ്. അപ്പം മുരായ ഇത് ഗാവ അങ്ങനെ തന്നെ, പിന്നെ ഏതാ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്, അതെല്ലാം റൂട്ടിൽ നിന്നാണ് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഗാവ പേരക്കയിലൊക്കെ ആണെങ്കിൽ ഇതിലിപ്പോൾ ഏതാ സീഡ് ഉണ്ടാവുന്നുണ്ട്, സീഡ് ജെർമിനേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് ഉണ്ടോ. അപ്പോൾ അതായത് ഫ്ലവർ ഉണ്ടായി, ഫ്ലവറിൽ നിന്ന് എന്തായി പോളിനേഷൻ ഫെർട്ടിലൈസേഷനൊക്കെ നടന്ന് സീഡ് ഉണ്ടായി, സീഡിൽ നിന്ന് ഏതുണ്ടാവുന്നു, പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുണ്ട്. പക്ഷേ അതിനേക്കാട്ടും എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ നടക്കുന്ന രീതിയാണ് ഏതാ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റുകൾ ഫ്ലവറൊക്കെ ഉണ്ടായി സീഡ് ഉണ്ടാക്കി അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന പ്ലാന്റുകൾ പോലും പലതും, ഇപ്പോൾ ഇതിലെല്ലാം ഏതാ ഫ്ലവറിങ് പ്ലാന്റുകൾ തന്നെയാണ്. പക്ഷേ ഇതിൽ എല്ലാം തന്നെ ഏത് ഫോളോ ചെയ്യുന്നുണ്ട്, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, അതായത് റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗാവ, സ്വീറ്റ് പൊട്ടറ്റോ, മുരായ, ഡാൽബെർജിയ, ഡാലിയ ഇങ്ങനെയുള്ള പ്ലാന്റുകളിലെല്ലാം കൃത്യമായിട്ട് റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടായി വരുന്നു. ഓക്കെ, പിന്നെ അതേമാതിരി തന്നെയാണ് ലീസിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നതാണ്. ഒന്ന് ബ്രയോഫില്ലം, ദെൻ കലാഞ്ച്, ദെൻ പിന്നെ ഏതാ ബിഗോണി. അപ്പോൾ ഈ പ്ലാന്റുകളുടെയൊക്കെ പ്രത്യേകത, മലയാളത്തിൽ നമ്മൾ ഈ മൂന്നെണ്ണത്തിന് ഏതാ വിളിക്കുന്നത്, ഏലമുളച്ചികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റുകളുടെ പ്രത്യേകത ലീഫിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നാച്ചുറലായിട്ട് പുതിയ പ്ലാന്റുകൾ ഉണ്ടാവും. അപ്പോൾ ലീഫിൽ നിന്ന് കൃത്യമായിട്ട് റൂട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് ലീഫിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാവും. അതാണ് ഏതാ ബ്രയോഫില്ലം, കലാഞ്ച് ആൻഡ് ഏതാ ബിഗോണിയ. അപ്പോൾ ഈ എക്സാമ്പിൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് പെയറാണ് ലീവ്സിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ നാച്ചുറലായിട്ട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏത് പെയറാണ് റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ. അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ പേരുകളൊക്കെ തരും. ഇപ്പം ബ്രയോഫില്ലം ബിഗോണിയാന്നോ അല്ലെങ്കിൽ റൂട്ടിൽ നിന്നൊക്കെയാണെങ്കിൽ ഡാലിയ, ഡാൽബെർജിയ എന്നൊക്കെ തരും. അങ്ങനെ ഞങ്ങൾ പെയർ ചെയ്തിട്ട് ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെയൊക്കെ പേരൊക്കെ എക്സാമ്പിൾ വന്നിട്ട് അത് ഏതാണ്, റൂട്ടിൽ നിന്ന് ഉണ്ടാകുന്നതാണോ ലീഫിൽ നിന്ന് ഉണ്ടാകുന്നത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ആ ടേമുകളൊന്നും ഓർത്തിരിക്കുക. ഇതെല്ലാം ഈ എക്സാമ്പിൾസ് ആണ് ബൈ റൂട്ട് ലീവ്സ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെമ്മുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ ടേമുകൾ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെമ്മുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമുകളൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ലീവ്സിൽ നിന്നൊക്കെ ആണെങ്കിൽ ബ്രയോഫില്ലം, അലാഞ്ചു, ബിഗോണി ഇങ്ങനെയുള്ള പ്ലാന്റുകളിലേക്കാണെങ്കിൽ കൃത്യമായിട്ട് ആ ലീഫിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ്. ഏലമുളസികൾ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലീഫിനൊക്കെ അതിൻ്റേതായ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഫ്ലഷി ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും. അപ്പോൾ വാട്ടറൊക്കെ സ്റ്റോർ ചെയ്യുന്ന രീതിയിലുള്ള ലീഫ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഒരു കുറച്ച് കാലഘട്ടം വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്ന രീതിയിലോട്ട് അത് മോഡിഫിക്കേഷൻ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ വന്ന് ലീഫിൽ നിന്ന് മാറ്റങ്ങളൊക്കെ വന്ന് പുതിയ പ്ലാന്റുകൾ, അതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് പുതിയ പ്ലാന്റ് ഉണ്ടാകും. പിന്നെ ആർട്ടിഫിഷ്യൽ വെസ്റ്റേജ് പ്രൊപ്പഗേഷൻ, നാച്ചുറൽ വെസ്റ്റേജ് പ്രൊപ്പഗേഷൻ അപ്പോൾ നാച്ചുറലായിട്ട് തന്നെ നടക്കുന്നത്. ഇനി ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ഹ്യൂമൻ ബീൻസിൻ്റെ ആക്ടിവിറ്റി മൂലം നടക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ വെസ്റ്റേജ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ആർട്ടിഫിഷ്യൽ വെസ്റ്റേജ് പ്രൊപ്പഗേഷൻ നമ്മുടെ ഇപ്പോഴത്തെ സിലബസിൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ എക്സാമ്പിൾ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന് കട്ടിങ്, നമ്മൾ കൊമ്പ് മുറിച്ചിടുക എന്നുള്ളത് ഇല്ലേ. പല പ്ലാന്റിലും ഇപ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനൊക്കെ ഫെയിലിയർ ആവുന്ന പ്ലാന്റുകളുണ്ട്. ഇപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫെയിലിയർ ആവുന്ന പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ ചിലരൊക്കെ സീഡൊക്കെ ഉണ്ടായി സീഡ് ജെർമിനേറ്റ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളിലാണ് നമ്മൾ ചിലപ്പോൾ കൊമ്പൊക്കെ മുറിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകളിലേക്കാണ് കൊമ്പ് മുറിച്ചിട്ട് കട്ടിങ്, റോസ് അല്ലെങ്കിൽ ചെമ്പരത്തി അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ ചെയ്യുന്നത്. പിന്നെ ലെയറിംഗ് എന്ന് പറയുന്നത്, ലെയറിംഗ് ഏതിലെ കാഷ്യൂനട്ട് അല്ലേ. അപ്പോൾ അതിൽ കാഷ്യൂനട്ട്, കശുമാവ് എന്നൊക്കെ പറയുന്ന അതിലൊക്കെ ലെയറിംഗ് ഒക്കെ ഈ പ്ലാന്റ് ബ്രീഡിംഗ് സ്റ്റേഷനിലൊക്കെ ചെയ്യുന്നതാണിത്. പിന്നെ ഗ്രാഫ്റ്റിംഗ്, മാംഗോ അല്ലേ, ഗ്രാഫ്റ്റ് ചെയ്ത് തൈകൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാംഗോയിലൊക്കെ ദെൻ ടിഷ്യൂ കൾച്ചർ, ഏതിലാണ് ഓർക്കിഡ് പോലെയുള്ള പ്ലാന്റുകളിലാണ് ഏതാ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന പ്രോസസ് നടത്തുന്നത്. അപ്പോൾ ഓർക്കിഡ് ഉണ്ട്, അത് എന്താ വെച്ചാൽ ടിഷ്യൂ കൾച്ചർ നടത്തുന്നത്, ടിഷ്യൂ കൾച്ചർ മീഡിയ കോമ്പോസിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ മീഡിയ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ടിഷ്യൂ കൾച്ചർ നടത്താൻ പറ്റുള്ളൂ. അത് ഓർക്കിഡ് ഉണ്ട്, പിന്നെ ഏതാ അതെ ബനാനയുടെ ടിഷ്യൂ കൾച്ചർ മീഡിയം കണ്ടുപിടിച്ചത്. അതാണ് ഓർക്കിഡും ബനാനയൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് സെയിൽസിനൊക്കെ വരുന്നുണ്ട് അല്ലേ, ടിഷ്യൂ കൾച്ചർ ചെയ്ത വാഴത്തൈകൾ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓർത്ത്. അപ്പോൾ ഈ ടേംസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് ആർട്ടിഫിഷ്യൽ വെസ്റ്റേജ് പ്രൊപ്പഗേഷനാണ്. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആർട്ടിഫിഷ്യൽ അല്ല, ജസ്റ്റ് അതിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. അതുകൊണ്ട് അവിടെ പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ പഠിക്കേണ്ടത് നാച്ചുറൽ വെസ്റ്റേജ് പ്രൊപ്പഗേഷനാണ്. അപ്പോൾ അതായത് ഹയർ ആയിട്ടുള്ള ഓർഗാനിസം എടുക്കുകയാണെങ്കിൽ ഹയർ ആനിമൽസിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആബ്സെൻ്റ് എന്ന് തന്നെ പറയാം. ദെൻ ഹയർ ആയിട്ടുള്ള പ്ലാന്റ്സിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഹയർ പ്ലാന്റ്സിൽ നടക്കുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് പറയുന്നത്. അതിന് കാരണം വെജിറ്റേറ്റീവ് പാർട്ടുകളായിട്ടുള്ള റൂട്ട്, സ്റ്റെം, ലീവ്സിൽ നിന്നാണ് ഏതുണ്ടാവുന്നത്, പുതിയ പ്ലാന്റുകൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ടേംസ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ടേംസുകളെല്ലാം പഠിക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുക കൃത്യമായിട്ട്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരാറുള്ള ഈ ബനാനയുടെ കേസിലാണ് റൈസോമാണ് സക്കറാണ്. ഞങ്ങൾ +1 സക്കറിനെ കുറിച്ചാണ് പഠിച്ചത്. ഇപ്പോൾ ഏതാ റൈസോം എന്ന് പറയുന്നത്
പറയുന്നതെന്നൊക്കെ ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ അതിൽ സക്കറുമാണ് റൈസോമുമാണ് ഏതിലെ ബനാനയിൽ. അപ്പോൾ അതിൽ ഈ സക്കർ എന്ന് പറയുന്ന പാർട്ടിൽ കൃത്യമായിട്ട് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരു ഫ്ലഷി ആയിട്ടുള്ള പാർട്ടായിട്ട് മാറുമ്പോൾ അതിന് കൊടുക്കാവുന്ന പേരാണ് റൈസോം. അപ്പോൾ നിങ്ങൾ എക്സാമിന് വരികയാണെങ്കിൽ ഫസ്റ്റ് പ്രിയോറിറ്റി റൈസോമിന് കൊടുക്കുക ബനാന. ഇനി റൈസോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഏതിന് കൊടുക്കുക? സക്കർ കൊടുക്കുക. എന്തായാലും പിന്നെ കോമ്, ട്യൂബർ, സക്കർ, റണ്ണർ, സ്റ്റോളൻ, ബൾബിൽ ഓഫ്സെറ്റ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പാർട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. പിന്നെ ബൈ റൂട്ട്, ഡാലിയ, ഡാൽബർജിയ, മുരായ, ഗാവ, സ്വീറ്റ് പൊട്ടറ്റോ. ഓക്കെ. പിന്നെ ഇതിൽ പൊട്ടറ്റോ അണ്ടർഗ്രൗണ്ട് പാർട്ടാണ്, സ്വീറ്റ് പൊട്ടറ്റോ അണ്ടർഗ്രൗണ്ട് പാർട്ടാണ്. പക്ഷേ ഒരെണ്ണം ഏതായിട്ട് കൺസിഡർ ചെയ്യുന്നു? സ്റ്റെമ്മായിട്ട് കൺസിഡർ ചെയ്യുന്നു അല്ലേ? പൊട്ടറ്റോ സ്റ്റെമ്മായിട്ട് കൺസിഡർ ചെയ്യുന്നു, സ്വീറ്റ് പൊട്ടറ്റോ ഏതാ? റൂട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നു. കാരണം എന്താ? പൊട്ടറ്റോയിൽ ഏതുണ്ട്? നോട്ട്സ്, ഇൻ്റർനോട്ട്സ്, ബഡ്സ് ഇതൊക്കെ ഉണ്ട്. പക്ഷേ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ അണ്ടർഗ്രൗണ്ട് പാർട്ടിൽ ഏതില്ല? നോട്ട്സ്, ഇൻ്റർനോട്ട്സ്, ബഡ്സ് ഒന്നും ഇല്ല. അപ്പം പൊട്ടറ്റോ എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് പാർട്ടായിട്ട് ആണെങ്കിൽ പോലും അത് സ്റ്റെമ്മായിട്ട് കൺസിഡർ ചെയ്യണം. കാരണം വിച്ച് ഹാവ് ഏതാ? നോട്ട്സ്, ഇൻ്റർനോട്ട്സ് ആൻഡ് ബഡ്സ് ഓർ ഐസ് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ സ്റ്റെമ്മിൽ നിന്നുണ്ടാവും. പക്ഷേ സ്വീറ്റ് പൊട്ടറ്റോയിൽ ഏതിൽ നിന്നുണ്ടാവുക? പുതിയ പ്ലാന്റുകൾ ഉണ്ടായി വരുന്നത് റൂട്ടിൽ നിന്നാണ് അല്ലേ ഉണ്ടായി വരിക. അപ്പോൾ ഗാവ, മുരായ, ഡാൽബർജിയ, ഡാലിയ അതൊക്കെ റൂട്ടിൽ നിന്നുണ്ടാവുന്നത്. പിന്നെ ബ്രയോഫില്ലം, കാലാൻഷു, ബിഗോണി ഇങ്ങനെയുള്ള പ്ലാന്റുകളിലൊക്കെയാണ് ഏത്? ലീഫിൽ നിന്നാണ്, ഇല മുളച്ചുകൾ എന്നറിയപ്പെടുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ ചാർട്ട് എല്ലാവരും കൃത്യമായിട്ട് ഓർത്തിരിക്കുക, കൃത്യമായിട്ട് ഇതിൻ്റെ നോട്ടൊക്കെ എഴുതി നീറ്റായിട്ട് പഠിക്കുക. ഓക്കെ. ഇനി ഇതിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമുക്കിനി ഒരു ചെറിയൊരു പാർട്ടും കൂടെ ബാക്കിയുള്ളത് ഐക്കോർണിയെക്കുറിച്ചാണ്. ഈ ഓഫ്സെറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് പെട്ടെന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ്. അതാണ് പെട്ടെന്ന് അതിൻ്റെ പുതിയ ഇൻഡിവിജ്വൽസ് അതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടാകുന്നത്. അതാണ് ഐക്കോർണി. അതിനെക്കുറിച്ചാണ് നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത്. ഓക്കെ. അടുത്ത പാർട്ടായിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനിലെ ലാസ്റ്റ് പാർട്ടായിൽ ടെസ്റ്റ് പറഞ്ഞ ഒരു ഐക്കോർണിയ ക്രാസിപ്പസ്, അതായത് കൊളവാഴ എന്ന് പറഞ്ഞ പ്ലാന്റ്. നമ്മുടെ മലയാളത്തിൽ അതിന് കൊളവാഴ എന്നാണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഐക്കോർണിയ ക്രാസിപ്പസ്. അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഒരു ഹൈഡ്രോഫൈറ്റിക് ആയിട്ടുള്ള ആൻജിയോസ്പെമാണ്. അതായത് വാട്ടറിൽ വളരുന്ന ഒരു ആൻജിയോസ്പെമിക് പ്ലാന്റാണ് ഐക്കോർണിയ എന്ന് പറയുന്നത്. ഈ പ്ലാന്റിൽ സാധാരണ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട്. ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ ഫ്ലവർ പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ കടന്ന് സീഡ് ഉണ്ടാവുന്നുണ്ട്. സീഡിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആ സീഡിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നതിനേക്കാട്ടും കൂടുതലായിട്ട് ഈ പ്ലാന്റിൽ ഇതിൻ്റെ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ, അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. അതിൻ്റെ പേര് ഓഫ്സെറ്റ് എന്നാണ്. ആ ഓഫ്സെറ്റിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഓഫ്സെറ്റിൽ നിന്ന് അങ്ങനെ പുതിയ പ്ലാന്റുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത്. അപ്പോൾ ഇതിൽ ഈ പ്ലാന്റിൽ ഐക്കോർണിയൻ്റെ ഒരു പ്രത്യേകത, ഇത് ഹൈഡ്രോഫൈറ്റിക് ആൻജിയോസ്പെമാണ്. ഇതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്താൻ വേണ്ടി ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്? അതിൻ്റെ ഓഫ്സെറ്റ് എന്ന് പറയുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നല്ല ഭംഗിയുള്ള ലീഫോട് കൂടിയ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഫ്ലവറോട് കൂടിയ ഒരു ആൻജിയോസ്പെമാണ്. നല്ല ഭംഗിയുള്ള ലീഫും ഫ്ലവറോട് കൂടിയൊക്കെ ആൻജിയോസ്പെമാണ്. അതിൻ്റെ ടെസ്റ്റിൽ കൃത്യമായിട്ട് അതിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ലീഫ് കാര്യങ്ങളൊക്കെ ടെസ്റ്റിൽ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഐക്കോർണിയ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഈ ഐക്കോർണിയ എന്ന് പറഞ്ഞ പ്ലാന്റിൽ ഇതിന് ഗ്രൂപ്പ് ഓഫ് റൂട്ട് അതിൻ്റെ താഴോട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഗ്രൂപ്പ് ഓഫ് റൂട്ട് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ സ്റ്റെമ്മ്, ആ സ്റ്റെമ്മിൽ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഒരു ഇൻ്റർനോഡ് എന്ന് പറയുന്ന പാർട്ട് ഇതിങ്ങനെ വളരും. അങ്ങനെ ജസ്റ്റ് വാട്ടറിലൂടെ ഇങ്ങനെ വളർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് വളരുന്നതിനനുസരിച്ച് തൊട്ടടുത്തടുത്ത് തന്നെ ഈ ഇൻ്റർനോഡുകളിൽ നിന്ന് ഏതുണ്ടാവും എന്ന് പറയുന്നത് ഇതിൽ ആ ലീഫ് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ അപ്പോൾ വാട്ടറിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ ഫ്യൂ ഡേയ്സിനുള്ളിൽ ഇത് വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ്, നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞിട്ടുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഓഫ്സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് സ്റ്റാഗ്നൻ്റ് വാട്ടർ ബോഡിയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ഒരു വാട്ടർ ബോഡിയിൽ ഇത് കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ ഫ്യൂ വീക്സിനുള്ളിൽ ഇത് എന്ത് സംഭവിക്കുന്ന ആ സറൗണ്ടിങ് വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിന് സ്പ്രെഡ് ചെയ്യും. അതിന് കാരണം ഇതിൻ്റെ ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ്. ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിനെ വിളിക്കുന്ന പേരാണ് ഓഫ്സെറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓഫ്സെറ്റ് എന്ന് വിചാരിക്കും. അപ്പോൾ സ്റ്റെമ്മിൻ്റെ അല്ലേ ഓഫ്സെറ്റ്. അപ്പോൾ അതിൽ സ്റ്റെമ്മിൻ്റെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഇതാണ് ഈ ഓഫ്സെറ്റ് എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ ഓഫ്സെറ്റിൽ നിന്ന് പുതിയ ലീഫുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ലീഫ് ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ താഴോട്ട് റൂട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നന്നായിട്ട് ഇത് ഡിസോൾവ് ഓക്സിജൻ, അതായത് വേറെ എല്ലാ ഓർഗാനിസത്തിനും വേണ്ട ഓക്സിജൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ മറ്റു ഓർഗാനിസിന് കിട്ടുന്നതിനേക്കാട്ടും എളുപ്പത്തിൽ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അതർ അക്വാട്ടിക് ഓർഗാനിസിന് ഓക്സിജൻ കിട്ടാതെ വരും അല്ലേ? അപ്പോൾ എസ്പെഷ്യലി ഫിഷിനൊന്നും ഓക്സിജൻ കിട്ടാതെ വന്ന് ഫിഷിൻ്റെയൊക്കെ മാസ് മോർട്ടാലിറ്റി ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓക്സിജൻ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് അതർ അക്വാട്ടിക് ഓർഗാനിസിനൊക്കെ ഹാംഫുൾ ആക്കുന്നതുകൊണ്ട് ഈ ഒരു ഐക്കോർണിയ എന്ന് പറയുന്ന പ്ലാന്റിന് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് മോസ്റ്റ് പ്രോബ്ലമാറ്റിക് അക്വാട്ടിക് വീഡ്സ് അല്ലേ? ഇപ്പോൾ വീഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നതാണ് കളകൾ. അൺവാണ്ടഡ് പ്ലാന്റ്സ് ഗ്രോൺ എലോങ് വിത്ത് ക്രോപ്പ് പ്ലാന്റ്സിനെയൊക്കെയാണ് സാധാരണ കളകൾ എന്ന് പറയുന്നത്. അതായത് നല്ല പ്ലാന്റിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വളരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്? കളകൾ എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ
ഇതൊരു അക്വാട്ടിക് വീഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മോസ്റ്റ് പ്രോബ്ലമാറ്റിക് അക്വാട്ടിക് വീഡ്സ്. കാരണം ഇതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആയിട്ടുള്ള ഓഫ്സെറ്റിൻ്റെ ഹെൽപ്പോട് കൂടി നന്നായിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സറൗണ്ടിങ് വാട്ടറിൽ കംപ്ലീറ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതർ അക്വാട്ടിക് ഓർഗാനിസം എസ്പെഷ്യലി ഫിഷിനൊന്നും ഓക്സിജൻ കിട്ടാതെ ഫിഷിൻ്റെയൊക്കെ മാസ് മോർട്ടാലിറ്റി ആയിരിക്കും നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഷിൻ്റെയൊക്കെ മാസ് മോർട്ടാലിറ്റി ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഓക്സിജൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടാണ് അവിടെ ഇങ്ങനെ മാസ് മോർട്ടാലിറ്റി നടന്നത്. അപ്പോൾ അത് അതർ അക്വാട്ടിക് ഓർഗാനിസിനെ എല്ലാം ബാധിക്കും. കാരണം കംപ്ലീറ്റ് ഓക്സിജനും അതിനൊക്കെ അവൈലബിൾ ആവുന്നതിന് മുമ്പ് തന്നെ, ബാക്കി ഓർഗാനിസം അവൈലബിൾ ആവുന്നതിന് മുമ്പ് തന്നെ ആര് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും? ഈ ഒരു പ്ലാന്റ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മോസ്റ്റ് പ്രോബ്ലമാറ്റിക് അക്വാട്ടിക് വീഡ്സ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ പേരുകൾ നോക്കുക. ഓൾസോ നോൺ ആസ് വാട്ടർ ഹയാസിന്ത്, പിന്നെ പറഞ്ഞാൽ ഏതാ? സ്കോർജസ് ഓഫ് വാട്ടർ ബോഡി, ദെൻ ടെറർ ഓഫ് ബംഗാൾ. ഓക്കെ, അങ്ങനെയുള്ള ടേമുകളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കുക, വാട്ടർ ഹയാസിന്ത് നിൽക്കുന്ന ബ്രൈറ്റ് കളർ തിളങ്ങി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഒരു ഫ്ലവറിങ് സീസൺ ഉണ്ട്. ആ സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അബോവ് ദ വാട്ടർ ലെവലിൽ ഇതിൻ്റെ ഇളം വയലറ്റ് കളറിലുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഇതിങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭംഗിയുള്ള ഫ്ലവേഴ്സിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് വാട്ടർ ഹയാസിന്ത്, ജസ്റ്റ് അബോവ് ദ വാട്ടർ ലെവലിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഇളം വയലറ്റ് കളർ ഫ്ലവേഴ്സ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് വാട്ടർ ഹയാസിന്ത് എന്നുള്ള ടൈം, ആ ബ്രൈറ്റ് കളറോട് കൂടിയ ഫ്ലവർ എന്നുള്ള മീനിങ് ആണ്. പിന്നെ വേറെ സ്കോർജസ് ഓഫ് വാട്ടർ. സ്കോർജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പറയുന്നത് ദോഷകരമായി ബാധിക്കുന്ന, അല്ലെങ്കിൽ ശാപം എന്നൊക്കെ പറയും, വാട്ടർ ബോഡിയുടെ ശാപം എന്നൊക്കെ പറയുന്നത്. കാരണം വാട്ടർ ബോഡിയിൽ ഇത് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഓക്സിജൻ വലിച്ചെടുക്കുന്ന കാരണം അത് അക്വാട്ടിക് ഓർഗാനിസം ലിവിങ് പോസിബിൾ അല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് സ്കോർജസ് ഓഫ് വാട്ടർ ബോഡി, അല്ലെ വാട്ടർ ബോഡിൻ്റെ ശാപം, സ്കോർജസ് എന്ന് പറഞ്ഞാൽ ശാപം അല്ലെങ്കിൽ ദോഷകരമാവുന്നത്. അപ്പോൾ വാട്ടർ ബോഡിയിൽ ദോഷകരമായിട്ട് ബാധിക്കുന്നത് എന്നുള്ള മീനിങ് ആണ്. പിന്നെ ടെറർ ഓഫ് ബംഗാൾ, അതായത് ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വേറൊരു സ്ഥലത്ത് നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ഫ്ലവറൊക്കെ കണ്ടപ്പോൾ ബംഗാളിലോട്ട് ഇത്, അതായത് ഇന്ത്യയിലെ ബംഗാളിൽ എന്ത് ചെയ്തു? ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിച്ചു? ഇത് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ് ഫ്ലവറൊക്കെ കണ്ടപ്പോൾ നല്ല ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ എസ്തെറ്റിക് വാല്യൂ ഒക്കെ കൺസിഡർ ചെയ്തത്. അതിൻ്റെ ഫ്ലവറിൻ്റെയൊക്കെ ഒരു ബ്രൈറ്റ്നസ്സും അതിൻ്റെ ഇതൊക്കെ കണ്ടിട്ടാണ് ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ വാട്ടർ ബോഡി, സ്റ്റാഗ്നൻ്റ് വാട്ടർ ബോഡി കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഓഫ്സെറ്റിൻ്റെ ഹെൽപ്പോടുകൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? കംപ്ലീറ്റ് വാട്ടർ ബോഡിയിൽ നിറഞ്ഞു. അങ്ങനെ ഫിഷിൻ്റെയൊക്കെ മാസ് മോർട്ടാലിറ്റി നടന്നു. പിന്നെ ഇത് ബംഗാളിലൊക്കെ ഫിഷ് എന്ന് പറയുന്ന അതിൻ്റെ ഫിഷ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റംസിൽ നിന്നാണ്. അതിൻ്റെയൊക്കെ സ്കാർസിറ്റി ഒക്കെ വന്നു. ഇതിൻ്റെ ഒരു ഓവർ പ്രസൻസ് വന്നതോട് ഫുഡ് ഇൻഗ്രീഡിയൻറ്റിൽ ഫിഷിൻ്റെയൊക്കെ സ്കാർസിറ്റി, ഫിഷിൻ്റെയൊക്കെ കുറവൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ വാട്ടർ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഏത് പ്ലാന്റാണ്? ഈ ഐക്കോർണിയ എന്ന് പറഞ്ഞ പ്ലാന്റ്. പിന്നെ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചാൽ അത് പെട്ടെന്ന് പോസിബിൾ അല്ല. കാരണം നമ്മൾ കെമിക്കൽ യൂസ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞാൽ വാട്ടർ ബോഡിയും കൂടെ എന്തായിട്ട് മാറും? പൊള്യൂട്ടഡ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ സ്റ്റഡീസൊക്കെ സയൻറ്റിസ്റ്റുകൾ നടത്തി. അപ്പോൾ അങ്ങനെ സ്റ്റഡീസൊക്കെ നടത്തി മനസ്സിലായത് വേൾഡ് വൈഡിൽ ഇന്ന് അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റായിട്ട് റാപ്പിഡായിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്ന പ്ലാന്റാണ് ഏതാ? ഈ ഒരു പ്ലാന്റ്. ഏത് പ്ലാന്റാണ്? ഐക്കോർണിയ ക്രാസിപ്പസ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൻ്റെ പേരാണ് ഏതാ? ഓഫ്സെറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്ലാന്റ് ഏറ്റവും ഫാസ്റ്റായിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നതാണ്. ഇനിയിപ്പം റീസെൻറ്റ് ഇയേഴ്സിൽ കുറേ സയൻറ്റിസ്റ്റുകൾ ഇതിൻ്റെ എന്തെങ്കിലും ഒരു നാച്ചുറൽ എനിമി, ഏത് ഓർഗാനിസിൻ്റെ ഒരു എനിമി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഒരു നാച്ചുറൽ എനിമി ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റിനെ കണ്ടുപിടിച്ചു. ആ ഇൻസെക്റ്റിൻ്റെ പേരാണ് നിയോകെറ്റിന ഐക്കോർണിയ. ഇതെവിടെ എഴുതിയിട്ടുണ്ട്? നിയോകെറ്റിന ഐക്കോർണിയ. ആ ഇൻസെക്റ്റിനെ യൂസ് ചെയ്തുകൊണ്ട് ഒരു കൺട്രോൾഡ് ഫീൽഡിലേക്ക്, അതായത് അധികം സ്പ്രെഡ് ചെയ്യാത്ത ഫീൽഡിലേക്കാണ് ഈ നിയോകെറ്റിന ഐക്കോർണിയ എന്നൊരു ഇൻസെക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുതിയതായിട്ടുണ്ടായി വരുന്ന ടെൻഡർ ലീഫ് കാര്യങ്ങളൊക്കെ അത് ആര് കഴിച്ചോളും? നിയോകെറ്റിന എന്ന് പറയുന്ന ഇൻസെക്റ്റ് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ ബയോ കൺട്രോൾ മെത്തേഡ് വഴിയായിട്ട് ഇതിനിപ്പോൾ ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നമുക്കിത് എന്തെല്ലാം ഇതിൻ്റെ വാട്ടർ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് കൊടുക്കാൻ കാരണം അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഇത് റാപ്പിഡായിട്ട് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഒരുപാട് ഇൻഡിവിജ്വൽസ് പുതിയതായിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു സിഗ്നിഫിക്കൻസ് കാണിക്കാൻ വേണ്ടിയാണ് ടെസ്റ്റിൽ ഈ ഐക്കോർണിയ മെൻഷൻ ചെയ്ത് അവിടെ ഒരു പാരഗ്രാഫ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതിന് സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ എന്താണോ പാരൻ്റ് അതിൻ്റെ ആ ക്വാളിറ്റി അതേമാതിരി തന്നെ നിലനിർത്തുന്ന റീപ്രൊഡക്ഷനാണ് ഏതാ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. പിന്നെ വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ എന്ത് സംഭവിക്കും? ഇഷ്ടംപോലെ പുതിയ പ്ലാന്റുകൾ അല്ലെങ്കിൽ പുതിയ ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഏതാ? റീപ്രൊഡക്ഷൻ. ഏതാ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ അതിൽ അവസാന പാർട്ട് പോലെ അവിടെ ടെസ്റ്റ് കൊടുത്തിരിക്കുന്ന ഐക്കോർണിയ ക്രാസിപ്പസ്. ഇത് ഒരു ഹൈഡ്രോഫൈറ്റിക് ആൻജിയോസ്പേം ആണ്. ഇറ്റ് പ്രൊഡ്യൂസ് അസെക്ഷലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇറ്റ്സ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ, നെയിംലി ഏതാ? ഓഫ്സെറ്റ്. ദെൻ ഇറ്റ് ഗ്രോ ഇൻ സ്റ്റാഗ്നൻ്റ് വാട്ടർ ബോഡി, അല്ലേ? ജസ്റ്റ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്കാണ് സാധാരണ വളരുന്നത്. നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പം കാലിക്കറ്റ് സൈഡിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അവിടെ ഒരു കനോലി പ്ലോട്ട് ഉണ്ട്, അതിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ വളർന്ന് കിടക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ അതിനൊക്കെ റിമൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് തന്നെ വന്നിട്ട് അതിനൊക്കെ റിമൂവ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ വീണ്ടും എല്ലാ വർഷങ്ങളിലും വീണ്ടും ഉണ്ടായി വരാറുണ്ട്. അത് നിറച്ചും ഇതിൻ്റെ ഷോർട്ട് പീരീഡിനുള്ളിൽ നിറഞ്ഞു കിടക്കും. നല്ല ഭംഗിയുള്ള ഫ്ലവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അതർ അക്വാട്ടിക് ഓർഗാനിസം ലിവിങ് പോസിബിൾ അല്ലാത്ത വിധത്തിൽ അത് ഓവറായിട്ട് അങ്ങ് വളരും ഉണ്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക,
It's grow in stagnant water body. Within few weeks, it rapidly multiply and spreads in the surrounding water. Considered as most problematic aquatic weeds. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലം അക്വാട്ടിക് വീഡ്സ് ആണ് ഇത്. മോസ്റ്റ് പ്രോബ്ലം ടെറസ്ട്രിയൽ വീഡ് അത് വേറെ ഉണ്ട്. പാർത്തീനി എന്നൊക്കെ പറഞ്ഞ പ്ലാന്റ് അത് ടെറസ്ട്രിയൽ വീഡാണ്. ഇത് ഏതാണ്? അക്വാട്ടിക് വീഡാണ്. ഓക്കെ. ദെൻ ബിക്കോസ് ഇറ്റ്സ് റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ can be controlled, which leads to the mortality of aquatic organisms, especially fishes. ഫിഷിൻ്റെയൊക്കെ മോർട്ടാലിറ്റി കാരണം അതിലോട്ട് ലീഡ് ചെയ്യുന്ന കാരണമാണ് മോസ്റ്റ് പ്രോബ്ലമാറ്റിക് അക്വാട്ടിക് വീഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇതിനെ വിളിക്കുന്ന വേറെ പേരുകൾ എന്തൊക്കെയാണ്? വാട്ടർ ഹയാസിന്ത്. അത് ബ്രൈറ്റ് കളർ ഫ്ലവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജസ്റ്റ് വാട്ടർ എബോവ് വാട്ടർ ലെവലിൽ ഇങ്ങനെ ബ്രൈറ്റ് കളറിൽ തിളങ്ങി നിൽക്കുന്ന കാരണം. ദെൻ സ്കോർജസ് ഓഫ് വാട്ടർ ബോഡി, വാട്ടർ ബോഡിയുടെ ശാപം എന്നൊക്കെ. ടെറർ ഓഫ് ബംഗാൾ, അത് ആദ്യമായിട്ട് ഇന്ത്യയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ വളരെ ഹാംഫുള്ളായിട്ട് മാറി, അതുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഓക്കെ. പിന്നെ അത് കൺസിഡേർഡ് ആസ് ആൻ എക്സോട്ടിക് വീഡ്. എക്സോട്ടിക് വീഡ് എന്ന് പറഞ്ഞാൽ വീഡ്സ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് പ്ലാന്റ്. എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ വേറെ ഫോറിൻ കൺട്രീസിൽ നിന്ന് ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്സോട്ടിക് വീഡ്. പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ നൗഡേയ്സ് സം ഇൻസെക്ട്സ് ലൈക്ക് നിയോകെറ്റിൻ ഐക്കോർൺ യൂസ് ഫോർ ഇസ് ബയോ കൺട്രോൾ. അപ്പോൾ ഇതിൻ്റെ ബയോ കൺട്രോൾ ഏജൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസെക്ട്, അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ള ടെസ്റ്റ് ഇല്ല, ജസ്റ്റ് അതൊന്ന് ഓർത്തിരുന്നാൽ നിയോകെറ്റിന ഐക്കോർണി എന്ന് പറയുന്ന ഇൻസെക്റ്റിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നമ്മുടെ ടെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നോക്കുക എന്തൊക്കെയായിരുന്നു. ആദ്യം റീപ്രൊഡക്ഷൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു, പിന്നെ ഒരു ലൈഫ് സ്പാൻ പറഞ്ഞു, പിന്നെ നമ്മൾ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ചാർട്ട് നമ്മൾ പഠിച്ചു. പിന്നെ അതിനുശേഷം എസെക്ഷൽ റീപ്രൊഡക്ഷൻ ലോവർ ഓർഗാനിസം, അതൊരു 8-9 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സൂസ്പോർ, പ്ലാനോസ്പോർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇല്ല, ബൈനറി ഫിഷ് അങ്ങനെയൊക്കെയുള്ള. പിന്നെ അതിന് ശേഷം നമ്മൾ പറഞ്ഞത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഹയർ ഓർഗാനിസം, അതിലെ പ്ലാന്റ്സിലെ ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. പിന്നെ നമ്മൾ അതിൽ പറഞ്ഞ വേറൊരു കേസാണ് ഇതിലിപ്പോൾ ഐക്കോർണിയ ക്രാസിപ്പസ്, ആ പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്ത്. പിന്നെ ഇതിൽ അവസാന പാരഗ്രാഫുകളിൽ ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനെ കമ്പയർ ചെയ്തുകൊണ്ട് 1-2 സെൻറ്റൻസും കൂടി ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മൊക്കെയാണ്. ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ് പൊട്ടറ്റോ അണ്ടർഗ്രൗണ്ട് പാർട്ടിൽ എന്തായിട്ടാണ് അണ്ടർഗ്രൗണ്ട് പാർട്ടായിട്ട് പ്ലാന്റിൻ്റെ ആണെങ്കിലും സ്റ്റെമ്മായിട്ട് കൺസിഡർ. സ്വീറ്റ് പൊട്ടറ്റോ അണ്ടർഗ്രൗണ്ട് പാർട്ടുണ്ട്, പക്ഷേ അതെന്താ റൂട്ടായിട്ട് കൺസിഡർ. അതിന് കാരണം എന്താ? പൊട്ടറ്റോയിൽ എന്തുണ്ടെന്നുള്ളതാണ്, ഏതാ നോട്ട്സ്, ഇൻ്റർനോട്ട്സ്, ഐസ് അല്ലെങ്കിൽ ബെഡ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. പക്ഷേ സ്വീറ്റ് പൊട്ടറ്റോയിൽ അണ്ടർഗ്രൗണ്ട് പാർട്ടിൽ നോട്ട്സ്, ഇൻ്റർനോട്ട്സ്, ഐസ് ഇല്ല. അതുകൊണ്ട് അത് റൂട്ടായിട്ടും പൊട്ടറ്റോ അണ്ടർഗ്രൗണ്ട് പാർട്ട് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? സ്റ്റെമ്മായിട്ടും കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള 1-2 കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഏതാ? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പാർട്ടാണ്.